ചീരയുടെ ആദ്യത്തെ വിളവെടുപ്പ് ഇന്ന് നടത്തി. അപ്പോൾ ചീര നമുക്ക് എന്നും കുറച്ചൊരു ശ്രദ്ധ കൊടുത്താൽ എന്നും നമുക്ക് ചീര വിളവെടുക്കാം. അതുപോലെ ചീര വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചീര വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ചീരയുടെ തണ്ടിൻ്റെ 1-2 ഇലകൾ ബാക്കി വെച്ച് അതിൻ്റെ മേലെ വെച്ച് മുറിച്ചെടുക്കണം. എങ്കിലേ ചീര പുതിയ ചിനപ്പുകളൊക്കെ പൊട്ടി പെട്ടെന്ന് തന്നെ അടുത്ത വിളവെടുപ്പിന് റെഡിയാകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ച് ചീരത്തൈകളിൽ നിന്ന് തന്നെ കുറേ വിളവ് എടുക്കാൻ പറ്റും. കുറേ കാലം ഒരു 5-6 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മുറിച്ച് വിളവെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം, അധികം മൂപ്പെത്തും മുമ്പേ തന്നെ വിളവെടുക്കണം. കാരണം ചീരക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ചീര പൂവിടുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കണം. അതുപോലെ ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം ചുവട്ടിൽ വളം ചേർത്ത് കൊടുക്കണം. എങ്കിലത്തെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ചീര വീണ്ടും ചിനപ്പുകൾ പൊട്ടി നന്നായിട്ട് വളർന്ന് പിന്നെയും അതുപോലെ അതിന് ഇരട്ടിയായിട്ട് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ വിളവെടുത്ത ചീര ഇനി ഒരാഴ്ചത്തെ വളർച്ച കൂടിയുണ്ട്. കാരണം ഇതൊരു നല്ല വിത്താണ്, നാടൻ വിത്ത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി വളർച്ചയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ചീരക്ക് ചെറിയ വെള്ളക്കുത്തുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളക്കുത്ത് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളവെടുപ്പ് പെട്ടെന്ന് തന്നെ ആക്കിയത്. കാരണം വെള്ളക്കുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് സ്പ്രെഡാവും. അപ്പോൾ പിന്നെ നമുക്ക് ആ ചീര ഒരു ടേസ്റ്റ് അത്ര നല്ല ടേസ്റ്റ് കിട്ടില്ല. കാരണം മഴ ചീരക്ക് ഒട്ടും നന്നല്ല. കാരണം ആ ഒരു മഴ സീസണിൽ നമുക്ക് മഴയൊന്നും ഇല്ലെങ്കിൽ ചീര നടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നന്നായി കെയർ ചെയ്താൽ നമുക്ക് എന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് ചീര പറിച്ചെടുക്കാം. അതുപോലെ ചീര അതുപോലെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ഇലക്കറിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അത് മാത്രമല്ല ചീര ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടുമുറ്റത്ത് ഒരു 10 ഗ്രോ ബാഗിലെങ്കിലും ചീര നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീര നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ എന്നും ഇതുപോലെ മുറിച്ചെടുക്കാം. അതും നല്ല ഹെൽത്തിയായി വിഷമൊന്നും അടിക്കാത്ത ആ ഒരു ചീര നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും നല്ല താല്പര്യമുള്ളവർ, കാരണം ഇതിനൊക്കെ ഒരു താല്പര്യവും വേണം. അതുപോലെ നമ്മളതിലേക്ക് കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ ഒരു കെയർ കൊടുക്കണം. അത് നമ്മളെ ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതുപോലെ എന്നും വിളവെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചീരക്ക് എല്ലാറ്റിനും നന്നായിട്ട് തന്നെ കെയർ കൊടുക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന വിധത്തിൽ നന്നായി കെയർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കൊടുക്കുന്ന കെയറിന് തിരിച്ച് ഇതുപോലെ നല്ല റിസൾട്ട് തന്നെയാണ് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.